എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് ജൂലൈ 14 തിങ്കളാഴ്ച. ജൂലൈ 3 വീക്കിലെ ഫസ്റ്റ് സെഷനാണ്. ഇന്ന് നിഫ്റ്റി റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ക്ലോസിങ്ങും ഫിൻ നിഫ്റ്റിയും റെഡിലാണ്. ഒരു മിക്സഡ് സെൻറ്റിമെൻ്റ് ആയിരുന്നു. ഇന്ന് മിഡ് ക്യാപ്പ് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും IT സെക്ടറിലെ സെല്ലിംഗ് പ്രഷറാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലെ പ്രധാന ഇടിവിന് കാരണമായിട്ടുള്ളത്. മാത്രമല്ല, വേൾഡ് ബേസ് സൂചനകൾക്കിടയിലും ഡൊണാൾഡ് ട്രംപ് ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്നും അതുപോലെ മെക്സിക്കോയിൽ നിന്നുമുള്ള ഇമ്പോർട്ടിംഗ് ഐറ്റംസിന് 30% താരിഫ് ഏർപ്പെടുത്തിയതിനെ തുടർന്നുമാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് റെഡിലേക്ക് പോകാൻ മറ്റൊരു കാരണം കൂടിയായത്. ഇതിനെല്ലാം പുറമെ ജൂൺ ക്വാർട്ടർലി, അതായത് 2026 സാമ്പത്തിക വർഷത്തിൻ്റെ ഫസ്റ്റ് ക്വാർട്ടർലി ഏർണിംഗ് സീസണിലെ ഒരു കൺഫ്യൂഷനും ഇന്ന് മാർക്കറ്റ് സെൻറ്റിമെൻറ്റിനെ നിയന്ത്രിച്ചിട്ടുണ്ട്. സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം 247 പോയിൻ്റ് റെഡിൽ 82,253 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 67 പോയിൻ്റ് നെഗറ്റീവിൽ 25,082 ലെവലിലും ക്ലോസ് ചെയ്തു. ഒരു വേള നിഫ്റ്റി 25,000 എന്നുള്ള റേഞ്ചിലേക്ക് എത്തിയിരുന്നു. പക്ഷേ 25,000 താഴേക്ക് പോകാൻ വിട്ടില്ല എന്ന് വേണം. 25,001 എന്ന് ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 25,000 താഴെയാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ ഡേ ക്യാൻഡിൽ നാളെ 24,800 24,700 ആ റേഞ്ചിലേക്കൊക്കെ നിഫ്റ്റി പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. അതുപോലെ ബോർഡർ മാർക്കറ്റിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്നിവ ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് 1% നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. സെക്ടറൽ ബേസിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി IT, ടെക് മഹീന്ദ്ര, വിപ്രോ, ഇൻഫോസിസ്, HCL ടെക്, TCS, LTIMD ട്രീ എന്നിവ ഇന്ന് 1% പിന്നിലോട്ട് പോയിട്ടുണ്ട്. നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക്, ഫിനാൻഷ്യൽ സർവീസസ്, ഓയിൽ ആൻഡ് ഗ്യാസ് എന്നിവയും ഇന്ന് റെഡിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നിഫ്റ്റി റിയാലിറ്റി ഏകദേശം 1.4% ഇന്ന് ഉയർന്നിട്ടുണ്ട്. തുടർന്ന് നിഫ്റ്റി ഹെൽത്ത് കെയർ, മീഡിയ, ഫാർമ, കൺസ്യൂമർ ഡ്യൂറബിൾസ്, PSU ബാങ്ക്, ഓട്ടോ, FMCG, മെറ്റൽ, എനർജി എന്നിവയെല്ലാം തന്നെ ഇന്ന് ഗ്രീനിലാണ്. അതാണ് ഒരു മിക്സഡ് സെൻറ്റിമെൻ്റ് ആയിരുന്നു എന്ന് പറയാനുള്ള കാരണം. ഇനി സെൻസെക്സിലെ 30 സ്റ്റോക്കുകളിൽ 20 എണ്ണവും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടെക് മഹീന്ദ്ര, അതുപോലെ ഇൻഫോസിസ്, ഏഷ്യൻ പെയിൻറ്റ്സ്, ബജാജ് ഫിനാൻസ്, HCL ടെക്, L&T എന്നിവയാണ് ഏറ്റവും പിന്നിലായത്. 1.8% വരെ ഇടിഞ്ഞിട്ടുണ്ട്. എറ്റേണൽ, ടൈറ്റാൻ, M&M, സൺ ഫാർമ, ITC എന്നിവയാണ് ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ. വിപണിയിലെ വോളറ്റിലിറ്റി നോക്കുന്ന ഇന്ത്യ വിക്സ് 1.38% ഹൈയിൽ 11.98 ക്ലോസ് ചെയ്തു. അതായത് പ്രധാനമായും താരിഫ് ടെൻഷനുകൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിനെ ബാധിക്കുന്നുണ്ട്. കൂടാതെ ഇന്ത്യയിലും US-ലും നിന്നുള്ള CPI ഡാറ്റകൾക്കായി പാർട്ടിസിപ്പൻസ് വെയിറ്റ് ചെയ്യുകയാണ്. ഇത് മൊത്തത്തിലുള്ള സെൻറ്റിമെൻറ്റ്സിനെ കൂടുതൽ വീക്കിലേക്ക് തള്ളിവിടുന്നു. ടെക്നിക്കലി നിഫ്റ്റി ഇൻഡെക്സ് ഇൻട്രാഡേ ലെവലിൽ നോക്കുകയാണെങ്കിൽ 25,000 താഴ്ന്നു. ഇത് 50 DMAക്ക് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനിയും ഡൗൺ സൈഡിൽ 24,900, അതുപോലെ തന്നെ 24,950 എന്നീ സോണുകളിൽ സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ട്. സോണ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 25,350 നിഫ്റ്റി പെട്ടെന്ന് ഒരു റാലി സാധ്യമാണെന്ന് വിചാരിക്കുന്നു. എന്നിരുന്നാലും 24,900 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂടുതൽ ഡൗൺ സൈഡിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് നമ്മൾ ഇന്നലെയും നമ്മുടെ വീക്കിലി വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്നാൽ മാർക്കറ്റ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടും സെലക്ട് ചെയ്ത ബാങ്കിങ് സ്റ്റോക്കുകൾ, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്കുകൾ പോലുള്ള ചില പോക്കറ്റുകൾ പ്രതിരോധ ശേഷി കാണിക്കുകയുണ്ടായി. പക്ഷേ അവയുടെ നേട്ടങ്ങൾ ഒന്നും തന്നെ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്തില്ല എന്നതാണ് സത്യം. മിക്സഡ് ഏർണിംഗ് റിസൾട്ടുകളും അതുപോലെ ജിയോ പൊളിറ്റിക്കൽ അനിശ്ചിതത്വങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഇൻവെസ്റ്റേഴ്സിന് ഇടയിൽ ഒരു റിസ്ക് ഓഫ് സെൻറ്റിമെൻറ്റ്സ് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് സ്ലൈറ്റ്ലി നെഗറ്റീവിലേക്ക് ചരിയുകയാണ്. 25,082 എന്നുള്ള ലെവലിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാളെ നമുക്ക് 1 ഡേ ടൈം ഫ്രെയിം അല്ലെങ്കിൽ 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ ഒരു പ്രധാനമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസായിട്ട് നമുക്ക് തോന്നുന്നത്, കാണാൻ കഴിയുന്നത് 25,200 ആ ഒരു റേഞ്ചാണ്.
20000 വളരെ ശക്തമായിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25350 വരെ നല്ലൊരു റാലി നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായിരുന്നാലും അതിന് മുകളിൽ പോവുകയാണെങ്കിൽ തീർച്ചയായും വീണ്ടും നമ്മൾ പറഞ്ഞ 24700 ആ ഒരു ഭാഗത്തേക്ക് വരാനുള്ള സാധ്യതയല്ല. അപ്പോഴേക്കും ഈ താരിഫ് പ്രശ്നങ്ങളും ആശങ്കകളും ഒക്കെ ഒഴിഞ്ഞു പോകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഞാൻ ഇന്നലെ ഞായറാഴ്ചയിലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമുക്ക് ഓരോ ഇടിവുകളും അതൊരു ഓപ്പർച്യൂണിറ്റിയായി മാറ്റിക്കൊണ്ട്, അതായത് നമ്മൾ പ്രതീക്ഷിച്ച ഭാഗങ്ങൾ നമുക്ക് എടുക്കാൻ കഴിയാതെ വരുന്നൊരു സിറ്റുവേഷനിൽ അത് മുകളിലേക്ക് പോയി അയ്യോ കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു ആവലാതിയിൽ ഇരിക്കുന്ന സമയത്താണ് ഇതുപോലുള്ള ഒരു ചെറിയ ഇടിവ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുമൊക്കെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി സാധ്യമാണ്, ശ്രമിച്ചാൽ നടക്കും. അതേപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് മുമ്പായി നിഫ്റ്റി ഒരു ഓപ്ഷൻ ട്രേഡിംഗ് എടുത്തിരുന്നു അപ്സൈഡിലേക്ക്. കാരണം അത് ഹോൾഡ് ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് എടുത്തത്, പക്ഷേ ഹോൾഡ് ചെയ്തിട്ടില്ല. എന്നായിരുന്നാലും പ്രോഫിറ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓപ്ഷൻ ചെയ്തു എന്ന് മാത്രം. ഫ്യൂച്ചർ ആണെങ്കിൽ ഹോൾഡ് ചെയ്യാം. അപ്പോൾ അവസരങ്ങൾ നിങ്ങൾ പരമാവധി കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ഇന്നലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയായിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25120 താഴെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് മാർക്കറ്റ് അതിനും താഴെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. മൺഡേ ഇവിടെ നിന്നും അപ്സൈഡിലേക്ക് പോയി നമ്മുടെ ഈ ഒരു സപ്പോർട്ട് ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ട് താഴത്തേക്ക് വരികയാണ് ചെയ്തത്. നമുക്ക് ഇന്ന് നിഫ്റ്റിയിൽ എൻട്രി ലഭിച്ചിട്ടില്ല. നമുക്ക് നാളെ ഇതിൻ്റെ ലെവലുകളൊന്ന് മാറ്റാം. 25000 നമുക്കൊരു സപ്പോർട്ട് വയ്ക്കാവുന്നതാണ്. അതേപോലെ തന്നെ 25130. അപ്പോൾ റെസിസ്റ്റൻസ് 25130 സപ്പോർട്ട് 25000 ഈ ലെവലിൽ നമുക്ക് നാളെ വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമ്മൾ ഇന്നലെ 56610 സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ രണ്ടും ആക്റ്റീവായിട്ടില്ല. നമുക്ക് നാളെ ഈ സപ്പോർട്ട് തന്നെ വാച്ച് ചെയ്യാവുന്നതാണ്. 56600 സപ്പോർട്ടും റെസിസ്റ്റൻസ് നമുക്ക് അല്പം മുകളിലേക്ക് കൊണ്ടുപോയി വയ്ക്കുന്നുണ്ട്. 56900. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. സെൻസെക്സിലേക്ക് വരുമ്പോഴും നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. നമുക്ക് നാളെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ സപ്പോർട്ടായിട്ട് നമുക്ക് 82000. ഓക്കെ, 82000 സപ്പോർട്ടും അതുപോലെ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഈ ഒരു സോണിൽ നിന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. 82395. ഓക്കെ, അല്ലെങ്കിൽ 82400 ഈ ഒരു റേഞ്ചിൽ നിന്ന് നമുക്ക് മുന്നിലേക്ക് എടുത്തു പോകാം. അപ്പോൾ ഈ 3 ഇൻഡെക്സുകളും ഇതുപോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നിങ്ങൾ വാച്ച് ചെയ്യുക. നാളെ ഈ ലെവലുകൾ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ചെയ്യുന്നുണ്ടെങ്കിൽ ഉചിതമായ സമയത്ത് എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.